ഹലോ, നമസ്കാരം. ഞാൻ എങ്ങനെ സ്റ്റേജിൽ കയറാറില്ല, നല്ല വിറയലുണ്ട്. ഓക്കെ, ഫിജിക്കാട്ടിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കാൻ വന്നവരും മനസ്സിലാക്കിയവരുമായിട്ടുള്ള ആളുകളാണല്ലേ ഇവിടെ ഉള്ളവർ, അല്ലേ? ഫിജിക്കാട്ടിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടും. അതിനകത്തുള്ള ഫോട്ടോ ഉണ്ടാവും. അതിന്റെ താഴെ നമ്മുടെ അപ്ലൈ ചെയ്തേഴ്സ് വളരെ വൃത്തിക്കേറുന്ന ഒരു കാര്യമാണ് അനന്ത സാധ്യത മനസ്സിലാക്കി വന്നു എന്നുള്ളത്, അല്ലേ? എൻ്റെ കാര്യത്തിൽ അത് വലിയ മണ്ടത്തരായിരുന്നു. ഞാൻ ഇതിന്റെ അനന്ത സാധ്യത മനസ്സിലാക്കിയ ഒരാളായിരുന്നില്ല. എന്നോട് പറഞ്ഞ ഒരു ടീച്ചർ, കോളേജിൽ എന്നോട് വർക്ക് ചെയ്ത ടീച്ചറാണ് ഫിജിക്കാട്ട് എന്ന് പറഞ്ഞൊരു അവസരത്തെ എന്നോട് പറയുന്നത്. അതിന് മുൻപും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ കേൾക്കാൻ നിൽക്കാറില്ല. എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒഴിവാക്കി പോകും. അപ്പോൾ ചില ആളുകളോട് നമുക്കൊരു വിധേയത്വം ഉണ്ടാവൂലേ, അവർ പറഞ്ഞാൽ നമുക്ക് നോ പറയാൻ കഴിയില്ല. അങ്ങനെ എന്നോട് പറഞ്ഞ ടീച്ചറോട് നോ പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ മാത്രം ഫിജിക്കുള്ള ഒരു ഐഡിയ അടിച്ച് വന്നതാണ്. ടീച്ചർ എന്നെ വിളിക്കും, 7 AM കയറണം എന്ന് പറയും. കുറച്ച് ദിവസമൊക്കെ വിളിച്ചു. ആ ദിവസങ്ങളിൽ ഞാൻ കയറി, പക്ഷേ ക്യാമറയും ഒക്കെ ഓഫ് ചെയ്ത് സൗണ്ടൊക്കെ കമ്മിയാക്കി ഞാൻ എൻ്റെ പണികൾ ചെയ്തിട്ട് സാധാരണ പോകുന്ന പോലെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്നൊന്നും എനിക്കെന്തോ ഇഷ്ടമായില്ല ചെയ്യാൻ. ഓക്കെ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ഒബ്വിയസ്ലി ഇതിനകത്ത് വരുന്ന ഓരോരുത്തരും യാദൃശ്ചികത ഉണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വന്നായിരിക്കും. അതുപോലെ തന്നെ ഞാനും. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാനിത് ചെയ്യേണ്ട ആളല്ല എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ നോർമലി പോകുന്ന പോലെ കോളേജിലൊക്കെ പോയി. പിന്നെ എന്താ പറയുക, ടീച്ചർ എന്നെ ഇടയ്ക്ക് വിളിക്കും, ഞാൻ ഓക്കെ നോക്കാമെന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ തിരക്കുകളൊക്കെ ആയി ഞാൻ പോയി. കുറേ സമയമൊക്കെ അങ്ങനെ എൻ്റെ വേസ്റ്റായി പോയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ റെഗുലറായി എപ്പോഴും മെസ്സേജ് വരും. എനിക്ക് ഫോണിൽ മെസ്സേജ് വരുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ലോക്ക് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് ഒരു പുക പോലും പുറത്ത് വരാത്ത രീതിയിലാക്കി വെച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. കോളേജിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ലൈഫിൽ. നമ്മളെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കയറില്ലാതെ കെട്ടിയിടാന്നൊക്കെ പറയും. വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ വല്ലാത്തൊരു ആബ്സെൻസ് ആയിരുന്നു. കാരണം അത് പഠനം കഴിഞ്ഞ ഉടനെ ജോലിക്ക് കയറിയത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ടില്ല. ഓക്കെ, മോൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം ഇരുന്നല്ലാതെ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പോൾ ഒട്ടും എൻഗേജ് ആവാൻ കഴിയാതെ വല്ലാതെ മെൻ്റലി ഡൗൺ ആയി പോയൊരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് പറഞ്ഞ് ഇതിനകത്ത് എന്താ നടക്കണേ നോക്കാൻ വേണ്ടി ആ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആ സമയത്ത് ആ ഒരാഴ്ച ഞാൻ സ്ക്രീനിൽ കണ്ട ആളുകളൊക്കെ അവരുടെ റാങ്ക് അപ്ഡേറ്റ് ചെയ്ത് ഓരോ പൊസിഷനിലേക്ക് എത്തി. ആ പൊസിഷൻ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ പൊസിഷനിലേക്ക് എത്തി. അവിടെ രൂപഭാവങ്ങളൊക്കെ മാറിയിരിക്കുന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു, അവർക്കൊക്കെ വരുമാനങ്ങൾ വന്നിരിക്കുന്നു. എന്നെ ഹോണ്ട് ചെയ്തൊരു പോയിന്റ് അതിനകത്തെന്ന് പറയുന്നത് ആളുകളൊക്കെ പല മേഖലകളിലുള്ള ആളുകളാണ് ഫിജിക്കാട്ടിലുള്ളത്. ഞാൻ വിചാരിച്ചത് അതുവരെ എൻ്റെ ഒരു അസംഷൻ ഒരു പണിയില്ലാത്ത ആളുകളാണ് ഫിജിക്കാട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അതിനാണ് ആദ്യത്തെ അടി കിട്ടിയത്. കാരണം എല്ലാ മേഖലയിൽപ്പെട്ടുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഫിജിക്കാട്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ തമ്മിൽ ഒരു തരത്തിലും ഒരു സാമ്യതയും അതിനകത്ത് എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. പ്രായം കൊണ്ടായിക്കോട്ടെ, വിദ്യാഭ്യാസം കൊണ്ടായിക്കോട്ടെ, മുൻപരിചയം കൊണ്ടായിക്കോട്ടെ, ജെൻഡർ വൈസ് ആയിക്കോട്ടെ, മതപരമായിക്കോട്ടെ, ഒരു തരത്തിലും ഒരു സാമ്യതയും ഇല്ല. പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവരും തമ്മിൽ ഭയങ്കര സാമ്യതയാണ്. എന്താ അത്? നമ്മുടെയൊക്കെ എനർജി ലെവൽ, അല്ലേ? ഫിജിക്കാട്ട് ചെയ്യുന്ന ആളുകളുടെ എനർജി എന്താ? ഭയങ്കര ഹൈ എനർജി ആയിരിക്കും, ഭയങ്കര ആവേശമായിരിക്കും. അവർ ഏത് മേഖലയിൽപ്പെട്ടുള്ള ആളുകളായിക്കോട്ടെ, ഫിജിക്കാട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആവേശമാണ്, അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമാണ്, അല്ലേ? ഇവിടെ അവർ ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് ആളുകൾക്ക് ഈ മേഖല ഇത്രയധികം അട്രാക്ട് ചെയ്യപ്പെടുന്നത്, ആളുകളെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്ന ഒരു ഫാക്ടർ എന്താണ് എന്നൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്നാണ് ഞാൻ ഫിജിക്കാട്ടിനെ മനസ്സിലാക്കുന്നത്. എനിക്ക് ബോബി ചോണ്ടൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. നെറ്റിമേൽ പേരെഴുതി വെച്ചൊക്കെ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അയാളുടെ ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യണേന്ന് പറയാനൊക്കെ എനിക്ക് കുറച്ചിലായിരുന്നു, സത്യം പറയാൻ കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ് എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് ഞാൻ പറയാം. പക്ഷെ ഇതിൻ്റെ ഒരു അനന്ത സാധ്യത, അല്ലേ? ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയാം, അല്ലേ? എന്താ അനന്ത സാധ്യത എന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്കണോമിക്സ് അധ്യാപിക്കണം, അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടേമാണ് ഈ ഇൻഫിനിറ്റ് എന്നുള്ളത്, അല്ലേ? ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ഓക്കെ, ഫിജിക്കാട്ടിലെ വളരെ സീരിയസ് ആയി ചെയ്യുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും ഇതിന്റെ സാധ്യത ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? വലിയ സ്കോപ്പുള്ള, അത്രയും അധികം സ്കോപ്പുള്ള ഒരു ബിസിനസ്സാണ് ഫിജിക്കാട്ട് എന്നുള്ളത്, അല്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഓക്കെ, ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ വെറും ഒരു എന്താ പറയുക സ്റ്റുഡൻ്റ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന ആളുകൾ, പുതിയ ആളുകൾക്കൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ ഞാനത് പഠിക്കും, എങ്ങനെ ഞാനത് ചെയ്യും എന്നുള്ളത്. ഒരു 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 തരത്തിലുള്ള പ്രത്യേകമായ ഒരു കഴിവോ അതില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള പഠനമോ ഒന്നും ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം നല്ല മനസ്സുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്, അല്ലേ? ഈ ഒരു അവസരത്തെ അത്രമേൽ നന്നായി പഠിച്ച്
നമ്മളുടെ മുന്നിൽ ഒരാള് ഈ ഒരു അവസരത്തെ കൊണ്ടുവന്ന് തരുമ്പോൾ അവരൊരിക്കലും നിങ്ങളെ കൊണ്ട് പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഒരിക്കൽ പോയി പെട്ടതിൽ അവരെ നിങ്ങൾ കൊണ്ട് പെടുത്തില്ല അല്ലെ. അവർക്ക് കിട്ടിയ വലിയൊരു അവസരത്തെ